ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു എന്നും ചെയ്യും പോലെയല്ല, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയാണ് കേട്ടോ നമ്മുടെ വീഡിയോയ്ക്കെന്ന് പറയുന്നത്. ചെറിയ ചില വീഡിയോയ്ക്ക് മാത്രമല്ല, നമ്മുടെ ലൈഫിലും ചെറിയ ചില മാറ്റങ്ങൾ വരുത്താനായിട്ടുള്ളൊരു ശ്രമമാണ് കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ ഉടനെ ചായയല്ല കുടിക്കുന്നത്, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പോകട്ടോ. വെള്ളം കുടിക്കുന്നത് ചായയെക്കാട്ടിലും കാപ്പിയെക്കാട്ടിലും നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റതെന്ന് പറഞ്ഞാൽ തന്നെ ഒരു മാറ്റമാണ് കേട്ടോ. 5 മണിക്ക് എഴുന്നേറ്റു. 5 മണിയൊക്കെ കണ്ട കാലം മറന്നു. ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് 5 മണി, വെളുപ്പിനെ 5 മണി ഞാൻ കാണുന്നത്. അപ്പോൾ എഴുന്നേറ്റ് നേരെ കതക് തുറന്നപ്പോഴത്തേനും എന്നും ഇല്ലാത്തൊരു ഭയങ്കര ഒരു കാറ്റും, ഞാൻ വിചാരിച്ചു മഴ പെയ്യാനുള്ള പോക്കാണെന്ന്. പക്ഷെ മഴയൊന്നും പെയ്തില്ല കേട്ടോ, നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പോൾ സിറ്റ് ഔട്ട് ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം തമ്പനയിൽ കണ്ടവർക്ക് മനസ്സിലായി കാണും ഞാൻ രാവിലെ വിളക്ക് കത്തിച്ചതായിട്ട്. അപ്പോൾ വിളക്ക് കത്തിക്കാനായിട്ടുള്ള ഒരുക്കമാണ് കേട്ടോ. സിറ്റ് ഔട്ടിൽ നിന്ന് ചെരുപ്പുകളെല്ലാം ഒന്ന് മാറ്റിയിട്ട് അവിടെ ഒന്ന് തൂത്തുവാരി തുടയ്ക്കാനായിട്ട് പോവാം കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ, കാര്യം വേറൊന്നുമല്ല, കുറേ നാളുകൾക്ക് കർക്കിടകം 1 മുതൽ രാവിലെ വെളുപ്പിനെ സൂര്യഭഗവാൻ ഉദിച്ച് വരുന്നതിന് മുമ്പേ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ടൈമിലായിരുന്നു എനിക്ക് പീരീഡ്സിൻ്റെ ടൈമായിരുന്നു. അപ്പം അതുകൊണ്ട് വിളക്ക് കത്തിക്കാനായിട്ട് പറ്റിയില്ല. അപ്പം അത് അങ്ങനെ, ആ ആഗ്രഹം അങ്ങനെ പോയി. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസമാണ് ഇങ്ങനെ ചിന്തിച്ചത്. കഴിഞ്ഞ ഒരു ദിവസം സന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കും. സ്ഥിരമായിട്ട് രാവിലെ കത്തിക്കാറില്ലെങ്കിലും വൈകിട്ട് ഞാൻ കത്തിക്കാറുണ്ട്, പറ്റുമ്പോഴൊക്കെ കത്തിക്കാറുണ്ട്. അപ്പം ഒരു ദിവസം ഇങ്ങനെ വിളക്ക് കത്തിച്ചിട്ട് ഞാൻ കുറച്ച് നേരം സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരുന്നു, സ്റ്റെപ്പയിലിരുന്നു പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ത്രിസന്ധ്യ സമയമല്ലേ, അപ്പോൾ ഇങ്ങനെ നല്ലൊരു കാറ്റും ആ സൂര്യൻ അസ്തമിച്ച് വരുന്നതിൻ്റെ ആ ഒരു കളറുണ്ടല്ലോ നമ്മുടെ പ്രകൃതിയിൽ, ആ ഒരുക്കെ ഇത് കണ്ട് എനിക്ക് വല്ലാതൊരു, അന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അതിനെപ്പറ്റി. എന്നും വിളക്ക് കത്തിച്ച് കഴിയുമ്പോഴൊരു മനസ്സിനൊരു സന്തോഷവും എന്തോ വലിയ കാര്യം ചെയ്ത പോലൊരു മനസ്സിനൊരു വല്ലാത്തൊരു സന്തോഷവും അനുഭൂതിയൊക്കെ തോന്നും എനിക്ക്. അപ്പം ഞാൻ ചിന്തിച്ചു, ഞാൻ എഴുന്നേറ്റ് ഒരു ദിവസം തുടങ്ങുമ്പോൾ തന്നെ വിളക്ക് കത്തിച്ച് തുടങ്ങുമ്പം ആ ഒരു ദിവസം ഫുള്ള് നമുക്കൊരു നല്ലൊരു വൈബായിരിക്കും ഉണ്ടായിരിക്കുക എന്നൊരു ചിന്ത വന്നു എനിക്ക്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, നാളെ മുതൽ എന്തുകൊണ്ട് വെളുപ്പിനെ എഴുന്നേറ്റുകൂടാ. രാവിലെ വെളുപ്പിനെ 5 മണിക്ക് എഴുന്നേറ്റ് മുറ്റം തൂക്കാൻ പറ്റത്തില്ല കേട്ടോ. മുറ്റം തൂക്കാനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇരുട്ടത്ത് എനിക്ക് ഇറങ്ങാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, പേടിയാട്ടോ. ഒന്നാമത്തെ കാര്യം പേടിയാണ്. അപ്പോൾ ഇഴജന്തുക്കൾ വല്ലതും വന്നാലോ എന്നുള്ള പേടി. അപ്പം ഞാൻ ചിന്തിച്ചു, സിറ്റ് ഔട്ടിൽ വെച്ചിട്ടാണ് വിളക്ക് കത്തിക്കുന്നത്. അപ്പോൾ സിറ്റ് ഔട്ടൊന്ന് തൂത്ത് തുടച്ച്, ജസ്റ്റ് ഒന്ന് മോപ്പ് വെച്ച് തുടച്ച് വിളക്കൊന്ന് തേച്ച് കുളിച്ചിട്ട് വിളക്ക് കത്തിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ രാവിലെ വെളുപ്പിനെ എഴുന്നേറ്റ് വിളക്ക് കത്തിക്കുക എന്ന് പറയുന്നത്, സൂര്യൻ ഉദിച്ച് വരുന്നതിന് മുമ്പ് വിളക്ക് കത്തിക്കണമെന്നാണ് ഞാൻ കേട്ടത് കേട്ടോ. അപ്പോൾ അതിന് സമയം ഒരുപാടുണ്ട്, 5 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഇഷ്ടംപോലെ സമയമുണ്ട്. അതുകൊണ്ട് ഞാൻ സാവധാനം എല്ലാം ചെയ്യുന്നത്. അപ്പം അതും എനിക്കൊരു പോസിറ്റീവ് വൈബായിട്ട് തോന്നി കേട്ടോ. കാരണം എന്നും രാവിലെ എഴുന്നേറ്റ് വെപ്രാളപ്പെട്ട് അടുക്കളയിലോട്ട് പോയിട്ട് ചായ ഇടുന്നു, കാപ്പി ഉണ്ടാക്കാനായിട്ട് നോക്കുന്നു, ഭയങ്കര വെപ്രാളം ധൃതിയാണ്. പക്ഷേ ഇപ്പം ഇത് ചെയ്തു തുടങ്ങിയപ്പോഴത്തേനും, വെളുപ്പിനെ എഴുന്നേറ്റപ്പോഴത്തേനും എനിക്ക് ഇഷ്ടംപോലെ സമയം കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. അത് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കുറേ അധികം നാളെടുത്തു. ഉറക്കം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളായിരുന്നു എനിക്ക്. അപ്പം വളരെ സാവധാനത്തിൽ സമാധാനത്തോടെ വളരെ കാമായിട്ട് ഓരോ ജോലികളും ചെയ്യാനായിട്ട് എനിക്ക് പറ്റി കേട്ടോ. അപ്പോൾ വിളക്ക് തേച്ച് വെച്ചതിന് ശേഷം ഞാൻ ഇവിടെ ഒന്ന് തുടയ്ക്കുക കേട്ടോ. സിറ്റ് ഔട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കുവാന്ന് വിചാരിച്ചു. അപ്പം ഈ വിളക്ക് കത്തിക്കുക എന്ന് പറയുന്നത് ഭക്തി, പ്രാർത്ഥന അത് മാത്രമല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്.
ഭക്തിയുണ്ട്, പ്രാർത്ഥനയുണ്ട്, എന്നും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അത് മാത്രമല്ല ഞാൻ ചിന്തിക്കുന്നത്, ഈ വിളക്ക് കത്തിച്ച് കഴിയുന്നത് എല്ലാവർക്കും അങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ ഒരു കാര്യം പറയട്ടെ, എൻ്റെ ഒരു ഫീലിങ്സ് പറയുക. വിളക്ക് കത്തിച്ച് കഴിഞ്ഞ് ഒന്ന് പ്രാർത്ഥിച്ച് കഴിയുമ്പോഴത്തേനും, നമ്മൾ എന്തായാലും ഓൾറെഡി കുളിച്ചിട്ടാണല്ലോ വിളക്ക് കത്തിക്കുന്നത്. ആ ഒരു ഫ്രഷായിട്ട് മൈൻഡും നമ്മുടെ ബോഡിയൊക്കെ നല്ല ഫ്രഷായിട്ട് വിളക്കൊക്കെ ഒന്ന് കത്തിച്ച് വിളക്ക് കത്തിക്കുക എന്ന് പറയുന്നതേ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ വിളക്കും കൂടി കത്തിച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് ബാക്കിയുള്ള ജോലികൾ ചെയ്യാനായിട്ട് ഒരു എന്താ പറയുക, ഒരു എനർജി എന്നല്ല അതിന് പറയുന്നത്, എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അത് ബാക്കി ജോലിയും കൂടെ, അന്നത്തെ ജോലികളും കൂടെ സാവധാനത്തിൽ കാമായിട്ട് എനിക്ക് ചെയ്യാനായിട്ട് പറ്റി ഈ ഒരു തുടക്കത്തിലൂടെ. അപ്പോൾ ദാ കുളിച്ചിട്ടൊക്കെ വന്ന് വിളക്ക് കത്തിക്കാനായിട്ട് പോവാം കേട്ടോ. സാധാരണ എന്നും സന്ധ്യയ്ക്കാണ് ഞാൻ വിളക്ക് കത്തിക്കുന്നത്. മുറ്റമൊക്കെ തൂത്ത് വൈകിട്ട് തുണിയൊക്കെ നനച്ച് മുറ്റമൊക്കെ തൂത്ത് കുളിച്ച് പെരയ്ക്കകമൊക്കെ തൂത്ത് വാരി കഴിഞ്ഞ് വിളക്ക് തേച്ചിട്ട് വിളക്ക് കത്തിക്കാറാണ് പതിവ്. അത് കഴിഞ്ഞ് നേരെ അടുക്കളയിലോട്ട് പോകും. വൈകിട്ടത്തേനുള്ള ആഹാരം പ്രിപ്പയർ ചെയ്യാനായിട്ട് പോവും. അപ്പം രാവിലെ അങ്ങനൊരു തുടക്കം ആവട്ടെ ഇനി മുതൽ എന്നാണ് എൻ്റെ ഒരു ചിന്ത. അപ്പോൾ അതാ വിളക്ക് കത്തിക്കാനായിട്ട് പോവാം കേട്ടോ. വിളക്ക് കത്തിക്കുമ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ചൊല്ലുന്ന ഒരു മന്ത്രമാണ്. ഈ മന്ത്രം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയും ചൊല്ലി കേട്ട് ഞാൻ പഠിച്ച എൻ്റെ മനസ്സിലിരിക്കുന്ന ഒരു മന്ത്രമാണ് കേട്ടോ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ദൈവമേ സച്ചിദാനന്ദ, ദൈവമേ ഭക്തവത്സല, ദൈവമേ ഭഗവത്കാരുണ്യം ദീർഘകാലം വരേണമേ. ദൈവമേ സച്ചിദാനന്ദ, ദൈവമേ ഭക്തവത്സല, ദൈവമേ ഭഗവത്കാരുണ്യം ദീർഘകാലം വരേണമേ. ഗുരുവര കരുണാലേശമുണ്ടെന്നു വന്നാൽ ഒരുവനും ഒരു കാര്യം സാധ്യമല്ലാതെയുണ്ടോ? പരമതിലൊരു ദൈവം മറ്റെനിക്കില്ല പാർത്താൽ പരമശിവനിതാ ആചാര്യനെ കൈതൊഴുന്നീൻ. വെള്ളപ്പളുങ്കു നിറമൊത്ത വിദഗ്ധരൂപി, കള്ളം കളഞ്ഞ് കമലത്തിലെഴുന്ന ശക്തി, വെള്ളത്തിലെ തിരകൾ തള്ളി വരും കണക്കെന്നുള്ളത്തിൽ വന്നു വിളയാട് സരസ്വതി നീ. ഈ ഒരു മന്ത്രം ഞാൻ എന്നും വിളക്ക് കത്തിച്ച ഉടനെ ഞാൻ ചൊല്ലും കേട്ടോ. അത് സ്ഥിരമായിപ്പോയി, അതൊരു ശീലമായിപ്പോയി. പിന്നെ ബാക്കിയുണ്ടല്ലോ നമ്മുടെ അമ്മേ നാരായണ, അതെല്ലാം ചൊല്ലും കേട്ടോ. അപ്പോൾ നമ്മൾ വിളക്കൊക്കെ കത്തിച്ചു, നന്നായിട്ട് പ്രാർത്ഥിച്ചു. എൻ്റെ മുഖം കണ്ടില്ലേ, നല്ല തെളിച്ചമുണ്ട്. കുറിയൊക്കെ ഇട്ടു, അടിപൊളിയായി. എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് വൈബായി കേട്ടോ. ഇപ്പം ഭയങ്കര ഒരു എന്താ പറയുക, പോസിറ്റിവിറ്റിയിലോട്ട് എന്നെ അങ്ങ് ആകർഷിക്കുക. കാരണം ക്ലീനിങ് ഒക്കെ ഒരുപാടായി. നേരത്തെ ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു, ക്ലീനിങ്ങിൻ്റെ ആളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത്രയും കൂടെ കൂടിയിട്ടുണ്ട്. അടുക്കള എപ്പോഴും നീറ്റാക്കി ഇടുക, ഒരു ചെറിയൊരു കറ വീണാൽ പോലും തുടച്ചിരിക്കുക. അത് കാണുമ്പോൾ തന്നെ, അങ്ങനെ വൃത്തിയായി കിടക്കുമ്പം തന്നെ എനിക്ക് മനസ്സിന് വല്ലാത്തൊരു പോസിറ്റിവിറ്റിയാണ് തോന്നുന്നത് കേട്ടോ. എല്ലാം എന്താ പറയുക, എച്ചിലൊക്കെ ആയി അഴുക്കൊക്കെ ആയിട്ട് അങ്ങനെ കിടക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്തോട്ട് നോക്കുമ്പോഴത്തേനും നമുക്ക് പിന്നെ ഒന്നും ചെയ്യാനായിട്ടും തോന്നത്തില്ല, മനസ്സിനൊരു സന്തോഷവും തോന്നത്തില്ല. അതുകൊണ്ട് എപ്പോഴും ഞാനിപ്പോൾ ക്ലീൻ എന്ന ഇതിലാക്കുക കേട്ടോ. പക്ഷേ നീലൂട്ടൻ അത് സമ്മതിക്കാറില്ല. നീലൂട്ടൻ ഞാൻ ക്ലീൻ ചെയ്യുന്നതിൻ്റെ ബാക്കിലൂടെ വന്നിട്ട് ഓരോന്ന് പറക്കി ഇടുകയൊക്കെ ചെയ്യും. അതൊന്നും നമ്മൾ കാര്യമാക്കണ്ട. അത് അവന് അറിയാറാവുമ്പം അവനോട് പറഞ്ഞ് മനസ്സിലാക്കി എടുക്കാം എന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. അപ്പോൾ രാവിലെ ചായയൊക്കെ ഇട്ടു. ചായ ഇട്ട് കഴിഞ്ഞിട്ട് ഈ അരി ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. ഇപ്പം ഇത് ഇന്നലെ രാവിലെ പുട്ടുണ്ടാക്കാനായിട്ട് ഇന്നലെ രാത്രിയിൽ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു, കുതിർത്ത് വെച്ചിരുന്നു. ഇന്നലെ രാവിലെ അരച്ച് പുട്ടുണ്ടാക്കാനായിട്ട് പറ്റിയില്ല. ഇന്നലെ രാവിലെ വേറെ എന്തോ ആയിരുന്നു എടുത്തത്, എന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ അതങ്ങനെ എടുത്ത് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ചിരുന്നു. അത് ഇന്ന് രാവിലെ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇന്ന് പുട്ടുണ്ടാക്കാം. പുട്ടും കടലക്കറിയും എടുക്കാമെന്ന് വിചാരിച്ചോ. അപ്പോൾ നീലൂട്ടനുള്ള ചായ ഞാൻ ഒഴിച്ച് മാറ്റി വയ്ക്കുക. നീലൂട്ടൻ എണീറ്റിട്ടില്ല. സമയം ഇപ്പോൾ 6:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ.
അപ്പോൾ ഞാൻ നേരത്തെ പുട്ടിനുള്ള ആ ഇത് ഫ്രിഡ്ജിൽ നിന്ന് നേരത്തെ എടുത്ത് വെളിയിലോട്ട് വെച്ചതാട്ടോ. അപ്പോൾ എനിക്കുള്ള ചായ ഇതാ എടുക്കുക. ചേട്ടായിക്ക് ചൂടോടെ എണീക്കുമ്പം ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ചേട്ടായിക്ക് പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ ഗ്രീൻ ടീ ആയിരിക്കും ചോദിക്കുന്നത്, ചിലപ്പോൾ കട്ടനായിരിക്കും ചോദിക്കുന്നത്, ചിലപ്പോൾ ചായ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പം അന്നേരം ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ചായ ഇട്ട പാത്രം എന്താ ഇപ്പം തന്നെ അങ്ങ് കഴുകി വയ്ക്കും കേട്ടോ. പിന്നീട് അതവിടെ കിടക്കുമ്പോൾ അതും നമുക്കൊരു നെഗറ്റീവ് ചിന്ത വരുന്നത് മനസ്സിലോട്ട്. അപ്പോൾ അതും കഴുകി ക്ലീനാക്കി വെച്ചു, അവിടെയും ക്ലീനാക്കി. ഇപ്പം ഇങ്ങനെ കേട്ടോ, എനിക്കെന്തെങ്കിലും കുഴപ്പം പറ്റിയതാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഭയങ്കര ക്ലീനിങ്ങും എന്തുവാന്ന് എനിക്കറിയത്തില്ല, അങ്ങ് എന്തോ ഒരു മാറ്റം. അപ്പോൾ അതാ ഞാൻ പുട്ടിനുള്ള അരി അരച്ച് പൊടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം പുട്ടും നമുക്ക് രാവിലെ കടലക്കറിയാണ്. അപ്പോൾ ഉച്ചക്കലത്തേന് നമുക്ക് ഇന്നൊന്നും വെക്കണ്ട, കാരണം നമ്മൾ വീട്ടിലോട്ട് പോകുന്ന വീഡിയോ ഒന്നും ഞാൻ എടുക്കുന്നില്ല. കാരണം നമ്മുടെ ഇന്നത്തെ ഒരു മോർണിംഗ് വ്ളോഗ് മാത്രമേ, നമ്മുടെ പുതിയ മോർണിംഗ് റൊട്ടീൻ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഈ വിളക്ക് കത്തിക്കുക എന്ന് പറയുന്നത് എൻ്റെ എല്ലാ വീഡിയോയിലും കാണണമെന്നില്ല കേട്ടോ. ചിലപ്പോൾ എനിക്ക് വിളക്ക് കത്തിക്കാനായിട്ട് പറ്റാത്ത അവസ്ഥകളുണ്ടാവും, അപ്പോഴും വിളക്ക് കത്തിക്കാനായിട്ട് പറ്റില്ല. പക്ഷേ ഈ വെളുപ്പിനെ എഴുന്നേൽക്കുക എന്നുള്ളത് ഞാൻ ഒരു ശീലമാക്കി കേട്ടോ. ഒരു 5 മണിക്ക് എണീക്കുക എന്നുള്ളത് ഒരു ശീലമാക്കി. നേരത്തെ കിടന്നുറങ്ങുക. നീലൂട്ടനെയും അതൊരു ഇതാക്കി എടുക്കണം. അവനിപ്പം 12 മണി 12:30 ആവുന്നു ഉറങ്ങാൻ. അപ്പം അവനെയും അങ്ങനെ ഒന്ന് മാറ്റി എടുത്ത് കൊണ്ടുവരണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എത്രത്തോളം അത് യാഥാർത്ഥ്യമാക്കാൻ പറ്റും എന്നെനിക്ക് അറിയത്തില്ല കേട്ടോ. എന്തായാലും ഞാൻ മാക്സിമം എന്നാലാവുന്നത് ഞാൻ ട്രൈ ചെയ്യും. നേരത്തെ കിടന്നുറങ്ങാനും രാവിലെ എഴുന്നേൽക്കാനും ഒക്കെ ഇപ്പോൾ ഒരു എന്താ പറയുക, അതുകൊണ്ട് ഗുണങ്ങൾ മാത്രമേ ഉള്ളെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. രാവിലെ നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ജോലികളൊക്കെ തീർക്കാം. അങ്ങനെ നമുക്ക് മടി കൂടാതെ ജോലികൾ ചെയ്യാൻ പറ്റും. നല്ലൊരു ഫ്രഷ് ഫീലിംഗ് വരും, അങ്ങനെയൊക്കെ. അപ്പോൾ ദാ നീലൂട്ട ഉണർന്നിട്ടുണ്ട്. ഇപ്പോൾ സമയം എത്ര, ഒരു 8:30-9 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നീലൂട്ട ഉണർന്നു. ഇന്നലെ രാത്രിയിൽ സ്പൈഡർമാൻ്റെ ഉടുപ്പ് ഇടണമെന്നും പറഞ്ഞിട്ട് അവൻ തന്നെ അവൻ്റെ പെട്ടിയിൽ നിന്ന് ഈ ഒരു ഉടുപ്പെടുത്ത് കൊണ്ടുവന്ന് തന്നിട്ട് ഇത് ഇട്ട് കൊടുക്കാനായിട്ട് പറഞ്ഞു കേട്ടോ. ഇത് ഇട്ടിട്ടാണ് രാത്രി കിടന്നുറങ്ങി. ഈ ഉടുപ്പ് ഇപ്പം ഭയങ്കര ഇഷ്ടമാണ്. സ്പൈഡർമാൻ്റെ ഉടുപ്പിട്ട് കൊടുക്കാനൊക്കെ വന്ന് പറയും. അപ്പം ഇത് ഇട്ടുകൊണ്ടായിരുന്നു ഇന്നലെ രാത്രിയിൽ കിടന്നത്. ആ ഒരു ഉറക്കച്ചത്തിൽ ഇങ്ങനെ കിടക്കുക ആൾ. അപ്പോൾ നമ്മൾ കാപ്പിയുടിയെല്ലാം കഴിഞ്ഞു. നീലൂട്ട എഴുന്നേറ്റതിന് ശേഷം കാപ്പിയുടിയൊക്കെ കഴിഞ്ഞു ഞങ്ങൾ. അത് കഴിഞ്ഞിട്ട് നീലൂട്ടനും ചേട്ടായും കൂടെ വണ്ടി കഴുകാനായിട്ട് പോയിട്ടുണ്ട്. ഞാൻ അപ്പോഴത്തേനിതാ മിറ്റം ഒന്ന് തൂക്കാമെന്ന് വിചാരിച്ചു. മിറ്റം തൂക്കാനായിട്ട് പറ്റുന്നില്ലായിരുന്നു കേട്ടോ. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, പതിവില്ലാത്ത പോലെ നല്ല അടിപൊളി കാറ്റായിരുന്നു. തൂക്കാനേ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നു ഞാനിന്ന് എൻ്റെ മാറ്റം കണ്ടിട്ടാന്ന് തോന്നുന്നു പ്രകൃതി ഇങ്ങനെ. ഞാൻ പതിവില്ലാതെ വെളുപ്പിനെ എഴുന്നേൽക്കുന്നു, 5 മണിക്ക് പതിവില്ലാതെ എന്നെ വെളിയിൽ കാണുന്നു. അതുകൊണ്ടായിരിക്കും കാറ്റടിച്ചിട്ട് പ്രതിഷേധം അറിയിക്കുമോയെന്നൊന്നും അറിയത്തില്ല കേട്ടോ. അങ്ങനെ എന്താ പറയുക, നമ്മളിപ്പോൾ പാട്ട് പാടുമ്പോൾ പറയത്തില്ലേ, അല്ലെങ്കിൽ ഒരു കാര്യം പതിവില്ലാത്തൊരു കാര്യം ചെയ്ത് പറയും ഇന്ന് ഇടി വെട്ടി മഴ പെയ്യും എന്നിങ്ങനെ കളിയൊക്കെ പറയത്തില്ലേ, അതുപോലെ പ്രകൃതി എനിക്കൊരു സൂചന തരുവാന്നൊന്നും അറിയത്തില്ല, ഞാൻ പതിവില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട്. അപ്പോൾ മുറ്റമൊക്കെ തൂത്ത് ക്ലീനാക്കിയിട്ട് നമുക്ക് നേരെ ഇനി വീട്ടിലോട്ട് പോകണം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പം എന്താ പറയുക, മുറ്റമൊക്കെ തൂത്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് വേഗം റെഡിയായി ഇനി നീലൂട്ടനും ചേട്ടായും കൂടെ കുളിക്കാനായിട്ട് പോവും. നീലൂട്ടനെ ചേട്ടായി തന്നെ കുളിപ്പിച്ചോളും കേട്ടോ. സമയമില്ലാത്ത ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ ചേട്ടായി അവനെ കുളിപ്പിക്കാതിരിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ചേട്ടായി കുളിക്കാൻ കയറുമ്പോൾ അവനെയും കൂടി കയറ്റി 2 പേരും കൂടെ കുളിച്ചിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ചില ദിവസങ്ങളിൽ എനിക്ക് ആ ഒരു സമയം എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടും, നീലൂട്ടനെ കുളിപ്പിക്കാനുള്ളൊരു സമയം. പിന്നെ അവനെ ഒരുക്കി കൊടുക്കുന്നതൊക്കെ എൻ്റെ ഡ്യൂട്ടിയാണ് കേട്ടോ. ഉടുപ്പിട്ട് കൊടുക്കുക, പൊട്ട് കുത്തി കൊടുക്കുക, കവിളത്ത് പൊട്ട് കുത്തി കൊടുക്കുക, അതൊക്കെ എൻ്റെ ഡ്യൂട്ടിയാണ്. ചേട്ടായിക്ക് ഒന്നും ചെയ്യുന്ന ഇഷ്ടമല്ല കേട്ടോ, പൊട്ട് കൊടുക്കുന്നതൊന്നും. പക്ഷേ എനിക്കൊരാഗ്രഹം കൊണ്ടിട്ട് ഞാൻ ചെയ്തു കൊടുക്കും.
അപ്പോൾ അങ്ങനെ ഇനി അവർ രണ്ടുപേരുടെ ഇത് നമ്മൾ നമ്മുടെ വീടിൻ്റെ അപ്പുറത്തെ, അതായത് നമ്മൾ ഈ താമസിക്കുന്ന വീടിൻ്റെ ഓണറമ്മയോട് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അമ്മ ഇങ്ങനെ ചോദിക്കുമായിരുന്നു, പതിവില്ലാത്ത പോലെ വിളക്കൊക്കെ കത്തിക്കുന്നു, എന്താ പ്രത്യേകത എന്ന്. ഞാൻ പറഞ്ഞു പ്രത്യേകത ഒന്നുമില്ല, അങ്ങ് കത്തിക്കാനായിട്ട് രാവിലെയും കൂടി കത്തിക്കാനായിട്ടൊരു തോന്നൽ വന്നു എന്ന് പറഞ്ഞു, അത്രയേ ഉള്ളൂ. അപ്പോൾ അമ്മയോട് കുറച്ച് നേരം കാര്യം പറഞ്ഞൊക്കെ നിന്നിട്ട് ചേട്ടായി നേരെ നീലൂട്ടനെ കുളിപ്പിക്കാനായിട്ട് പോയി. നീലൂട്ടൻ കുളിച്ചിട്ടിറങ്ങി വന്നപ്പം ഇതാണ് എൻ്റെ പരിപാടി. ഉടുപ്പിട്ട് കൊടുക്കുക, പൊട്ട് തൊട്ട് കൊടുക്കുക, കവളത്ത് കുത്തിടുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ബായ്.